സംവിധാനത്തിലൂടെ കടന്നു വരുന്ന സ്ത്രീകൾക്ക് എങ്ങനെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ആലോചിച്ചത്. സ്ത്രീകളെ സംബന്ധിച്ച് ഭൂരിപക്ഷവും ഈ കശുവണ്ടി ഫാക്ടറികളിൽ പോകുന്നവരാണ്. അപ്പോൾ ഇടത്തരം കുടുംബങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകളെ കുടുംബശ്രീ സംരംഭത്തിലൂടെ പുതിയ പഞ്ചായത്തിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനും, അതോടൊപ്പം തന്നെ സ്ത്രീകളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള സർവേയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള അവർക്കറിയാവുന്ന തൊഴിൽ എന്നുള്ള നിലയിൽ തയ്യൽ അടക്കമുള്ള തൊഴിലിന് എത്ര സാധ്യതയുണ്ടെന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2-3 പ്രധാനപ്പെട്ട സംരംഭങ്ങൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് കാണാം, തിരിച്ചു വരാം. കൊല്ലം ജില്ലയിലെ നെടുമന ഗ്രാമപഞ്ചായത്തിന്റെ വ്യാവസായിക മേഖലയിലാവട്ടെ കാർഷിക മേഖലയിലാവട്ടെ കുടുംബശ്രീ യൂണിറ്റുകൾ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഓരോ മേഖലയിലെയും അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. നെടുമന ഗ്രാമപഞ്ചായത്തിന്റെ ബൃഹത് പദ്ധതിയാണ് സമഗ്ര റെഡിമെയ്ഡ്സ് ആൻഡ് ഗാർമെന്റ് യൂണിറ്റ്സ്. നമുക്കിവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് കണ്ണുപിടിക്കാം. സമഗ്ര റെഡിമെയ്ഡ്സ് ആൻഡ് ഗാർമെന്റ് യൂണിറ്റ്സിന്റെ കൺവീനർ ഗിരിജ ചേച്ചിയാണിത്. ചേച്ചിയോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. പുരുഷന്മാരുടെ വരുമാനം കൊണ്ട് ഇന്നത്തെ ജീവിതം ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ത്രീകളും കൂടി ഒരു ചെറിയൊരു വരുമാനം സ്ത്രീകളിലുണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബജീവിതം ജോലിന് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പദ്ധതിയാകുമ്പോൾ ഇതിന് ഒത്തിരി ചെലവ് വേണ്ടി വരുന്നുണ്ട്. അതിന്റെ ചെലവൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ചെലവെന്ന് പറഞ്ഞാൽ 1,08,00,000 രൂപയുടെ പദ്ധതിയായിരുന്നു. ആ പദ്ധതി എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ കുടുംബശ്രീ യൂണിയൻ മിഷൻ, പിന്നെ അല്ലാതെ 50 പേരുടെ ഒരു ലോണുണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക്, ബാങ്ക് ലോണ്. എത്ര വരുമാനമാണ് നിങ്ങൾ ഇതിൽ? ഇപ്പം ഞങ്ങളെ വരുമാനം എന്ന് പറഞ്ഞാൽ 2,500 രൂപ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് വരുന്ന സമയത്ത് 4,000 രൂപ വീതം വരുമാനം വരുമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. കുടുംബശ്രീയുടെ വാർഡ് തലത്തിലുള്ള CDS മെമ്പർ ലക്ഷ്മിക്കുട്ടി ചേച്ചിയാണിത്. ചേച്ചി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ ഭക്ഷ്യസുരക്ഷ മുൻനിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നെൽകൃഷിയാണ് ഞങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത്. സീസണായിട്ട് കാച്ചിൽ, ചേന, ചേമ്പ് ഇതെല്ലാം ഞങ്ങൾ കൂട്ടായിട്ട് ഈ ഏലായിൽ ചെയ്ത് ഞങ്ങൾക്കൊരു വിപണി PFCKയുടെ നല്ല വിപണിയുണ്ട് അല്ലേ? പഞ്ചായത്ത് എങ്ങനെയാ, എത്രത്തോളം സഹായിക്കുന്നു? പഞ്ചായത്ത് ഞങ്ങളെ അങ്ങേയറ്റം, അത് ഈ വിത്തും വളവും അത് തന്നെ ഒരു നേട്ടമാണ്. ഞങ്ങൾ വിത്ത് അന്വേഷിച്ച് പോകണ്ട, വളവും അന്വേഷിച്ച് പോകണ്ട. ഇവരൊക്കെയാണ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിലെ അംഗങ്ങൾ. ഇത് പ്രസിഡന്റ് ശോഭ ചേച്ചിയാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സീസണുകളിൽ നമ്മൾ നാരങ്ങ അച്ചാറിട്ട് വെക്കും, അതുപോലെ തന്നെ മാങ്ങ അച്ചാറിട്ട് വെക്കും. ഇത് പ്രഷറിന് ഏറ്റവും നല്ലൊരു സാധനമാണ്. നിങ്ങളുടെ ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പഞ്ചായത്ത് എന്തൊക്കെയാണ്? പഞ്ചായത്തിൻ്റെ നല്ല സഹായം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഗ്രാൻറ്റുകളും അതുപോലെ റിവോൾവിംഗ് ഫണ്ട്, മാച്ചിങ് ഗ്രാൻറ്റ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലോൺ തന്ന് ഈ ബിസിനസ്സിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക്. കിടുക്ക സാധനം. എഗർ നഴ്സറിയിലൂടെ വിജയം കൈവരിച്ച യാമിനി ചേച്ചിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളിപ്പം ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞിനെ വെളുന്തറ ഹാച്ചറി അയത്തിൽ നിന്നും 15 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് വരും. 2000 കോഴിയെ നമ്മൾ എടുക്കും. എന്നിട്ട് 30 ദിവസം ആകുമ്പം അതിനെ മൃഗാശുപത്രി വഴി കച്ചവടം ചെയ്യും. അന്നേരം നമുക്ക് ഒരു കോഴിക്ക് 60 രൂപ വെച്ച് കിട്ടും. അന്നേരം 2000 കോഴി നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് 20,000 രൂപ വരുമാനം കിട്ടും. കോഴി മാത്രമാണോ? അല്ല, ഞാൻ ഇവിടെ കാടക്കോഴിയും വളർത്തുന്നുണ്ട്. എത്ര കോഴികളുണ്ട് ഇവിടെ? ഇവിടെ 2000 കോഴിയെ വളർത്താൻ പറ്റത്തുള്ളൂ. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയൊരു മുഖം നൽകുകയാണ് ഈ ഗ്രാമപഞ്ചായത്ത് തങ്ങളുടെ വിവിധ പദ്ധതികളിലൂടെ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പദം തികച്ചും അന്വർത്ഥമാക്കുകയാണ് ഈ ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും നെടുമനയിലെ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജഡ്ജസിന് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളതെന്നറിയാം. കണ്ണൻ സർ, ഈ കൃഷിക്ക് വേണ്ട ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമൂലം ഇപ്പോൾ കൃഷി കൂടുതൽ സ്ഥലത്തോ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് കൂടുതൽ പ്രാവശ്യമോ കൃഷി ചെയ്യുന്ന പ്രവണത പ്രകടമായിട്ട് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കണക്കുകൾ? ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 250ഓളം ഹെക്ടർ
നെൽപ്പാടമുണ്ടായിരുന്ന പ്രദേശമാണ്. വ്യവസായ വളർച്ചയുടെ ഭാഗമായി 100 ഹെക്ടറോളം നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അവിടെയാണ് ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചതിന് ശേഷം ഈ 150 ഹെക്ടറും പൂർണ്ണമായി കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് നടത്തിയത്. അതിൽ ഒന്നാം വിളയിൽ ഒരു ശരാശരി 75-50 ഹെക്ടറിനിടയിൽ മാത്രമേ നടത്താൻ കഴിയുന്നുള്ളൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാലവർഷത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളും വരൾച്ചയും ഒക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ രണ്ടാം വിളയിൽ ഞങ്ങൾ പൂർണ്ണമായി നല്ല അത്യുൽപാദന വിത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാക്സിമം വിളവ് എടുക്കാൻ വേണ്ടി 100% നെൽപ്പാടങ്ങളും വളരെ ചുരുങ്ങിയ ചില കൃഷി ഉടമകൾ മാത്രം മാറി നിന്നാൽ ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും അതിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി പൊതുഞാറ്റടി സ്ഥാപിക്കുന്നുണ്ട്. ആ ഞാറ് കൃഷിക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ ഉഴവുകൂലി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെർ ഹെക്ടറിന് 4500 രൂപ കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ NREGയുടെ സാധ്യത. അപ്പോൾ ഒരു നെൽപ്പാടം കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ NREGയുടെ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് നിലം കൃഷിക്ക് വേണ്ടി ഒരുക്കുന്ന പ്രവർത്തനം NREGയുടെ സഹായത്തോടു കൂടി ചെയ്തു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംവിധാനം ഈ കൃഷിഭവന്റെ തന്നെ. ഈ രണ്ടാം കൃഷി എടുക്കാനുള്ള പ്രധാന തടസ്സം വെള്ളത്തിന്റെ ഒന്നാം കൃഷി ആണ് കുറവ് സ്ഥലത്ത് ചെയ്യുന്നത്. രണ്ടാം കൃഷി പൂർണ്ണമായി ചെയ്യുന്നുണ്ട്. ഒന്നാം കൃഷിയിലാണ് വിളവെടുക്കുന്ന സമയത്തുള്ള പ്രതികൂല സാഹചര്യം. ഒന്ന് മഴക്കാലമാകുമ്പോൾ ഒന്ന് ആവശ്യത്തിന് കൊയ്ത്തിനുള്ള തൊഴിലാളികളെ വെള്ളം ഒരു പ്രശ്നം ഇല്ല, ജലസേചനം ഒരു പ്രശ്നമല്ല പഞ്ചായത്ത്. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് ഒരു വേതനം കൊടുക്കാനുള്ള ഒരു പരിപാടി പറഞ്ഞു കേട്ടു. അല്ലാതെ ഞങ്ങൾ NREGയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ 6 നീർത്തടങ്ങളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 2 നീർത്തടങ്ങളുടെ അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ DPCക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ കൃഷിക്കാരായിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ അവരുടെ ഭൂമിയിൽ ഇപ്പോൾ തെങ്ങിന് തടമെടുക്കുക, പച്ചക്കറി കൃഷിക്ക് നിലമൊരുക്കുക തുടങ്ങിയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് അവരുടെ ഭൂമിയിൽ കൃഷിപ്പണി ചെയ്യുന്നതിനുള്ള കൂലി ഈ NREGയിൽ. അതല്ല, അവര് സ്വയം തൊഴിലെടുക്കുന്നതിന്റെ കൂലിയാണോ അതോ അവര് വേറെ ആളെ വെച്ച് ചെയ്യുമ്പോൾ? ആളെ വെച്ച് ചെയ്യുന്നതിനില്ല, വേറെ അവർ സ്വയം ചെയ്യുന്ന കർഷകർക്കാണ്. സ്വയം ചെയ്യുന്ന കർഷകർക്ക് മാത്രമേ കൂലി NREGന്ന് കൊടുക്കുന്നുള്ളൂ. അതിന് എങ്ങനെയുണ്ട് റെസ്പോൺസ്? നല്ല റെസ്പോൺസാണുള്ളത്. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇപ്പം നെല്ലില ഒരു നല്ല സമ്പന്ന ഭൂപ്രദേശമാണ്. ഇടത്തരം കർഷകർ ഇപ്പം നല്ലപോലെ ഒരു കാർഷിക മേഖലയിലും പോകാതിരുന്ന ആളുകൾ നല്ലപോലെ അക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വാഴ കൃഷി ചെയ്യുന്നതിനും തെങ്ങിന് തടമെടുക്കുന്നതിനും തെങ്ങിന് പുതയിടുന്നതിനും അടക്കം നെല്ലില, പുലിയില തുടങ്ങിയിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ നല്ലപോലെ കർഷകർ ഒരു പണിക്കും ഇന്നുവരെ പോകാതിരുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള ജീവനക്കാരടക്കം ഈ മേഖലയിൽ കടന്നു ഒരു സ്ഥിതിയാണ്. കശുവണ്ടി മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ടല്ലോ. അവരുടെ ഇടയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും പ്രത്യേകമായിട്ട് പഞ്ചായത്ത് താല്പര്യമെടുക്കുന്നുണ്ടോ? കശുവണ്ടി മേഖലയിൽ മാത്രമല്ല, ഞങ്ങൾ ജനറലായി ആരോഗ്യ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. ഒന്ന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. പഞ്ചായത്തിനകത്തുള്ള ആശമാർ, അതോടൊപ്പം തന്നെ ഹെൽത്ത് വോളണ്ടിയേഴ്സ്, കുടുംബശ്രീയുടെ വോളണ്ടിയേഴ്സ് അടക്കം വെച്ചിട്ട് ഞങ്ങൾ ക്യാമ്പയിൻ മോഡൽ വീടുകളിൽ പോയി എന്നുള്ള ക്യാമ്പയിൻ പ്രോഗ്രാംസ് നല്ല ശക്തമായി നടത്തുന്ന ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസർ പിന്നെ പല മേഖലകളിലും പ്രകടമാകുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മിക്കവാറും എല്ലാ വർഷവും ജില്ലാ പഞ്ചായത്ത് വർദ്ധിക്കുന്നതായി കാണുന്നില്ല. പക്ഷേ പിന്നെ അത്രത്തോളം വൻ ഒരു വർധനവായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പക്ഷേ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ആരോഗ്യ സർവേ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആരോഗ്യ സർവേ നടത്തിയിട്ടുണ്ട്. അത്ര വർധനവായി നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നില്ല. പക്ഷേ ക്യാൻസർ നിർണയ ക്യാമ്പിൽ പല അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള, ഇപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും അവസാന സ്റ്റേജായി കണ്ട വളരെ കുറച്ചാളുകളാണ്. ബിഗിനിങ് സ്റ്റേജിലുള്ള നിരവധി ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് RCCയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അയക്കുന്നുണ്ട്. എല്ലാ വർഷവും മിക്കവാറും ഫാക്ടറികൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പ് നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്താണ് അക്കാര്യത്തിൽ ഫാക്ടറികൾ കേന്ദ്രീകരിച്ചുള്ള മെഡിക്കൽ ക്യാമ്പ്, ഈ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അവിടെ കാർഷിക രംഗത്തുള്ള ഇടപെടലുകൾ വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ സൂചിപ്പിക്കേണ്ടായി അവിടെ ഒരുപാട് ഇഷ്ടിക ഫാക്ടറികൾക്ക് വേണ്ടി കളിമണ്ണെടുത്ത് ഒരുപാട് സ്ഥലം നാശമായി എന്നുള്ള ആ ഉപയോഗശൂന്യമായ സ്ഥലം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകൾ? ഞങ്ങളിപ്പോൾ ഈ ഇഷ്ടിക നിർമ്മാണത്തിന് ചെളിയെടുത്തതിന് ശേഷം നല്ല മണൽ കണ്ടു. അപ്പം മണൽ കൂടി വാരി ഒഴിഞ്ഞതിന് ശേഷമുള്ള ചില പ്രദേശങ്ങൾ ഇപ്പോൾ NREGയുടെ സഹായത്തോടു കൂടി അവിടെ പിന്നെ മത്സ്യം വളർത്തുന്നതിന് വേണ്ടിയുള്ള ചിറകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തി അതിനാവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്ന ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അത് ചെയ്യുകയാണെങ്കിൽ ഒരു വളരെ നല്ല മാതൃകയായിരിക്കും. പലപ്പോഴും ഞങ്ങളൊരു അതിനാവശ്യമായിട്ടുള്ള ടെക്നോളജി, അതിനാവശ്യമായിട്ടുള്ള നല്ല നിലയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ആളുകളുടെയും സാങ്കേതിക സഹായം ആവശ്യപ്പെട്ടു. അത് തീർച്ചയായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. വിജയിക്കുകയാണെങ്കിൽ ഒരു നല്ല മോഡലായിരിക്കും. കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ പ്രശ്നമുണ്ട്. മറ്റൊന്ന് എനിക്ക് തോന്നിയത്, നിങ്ങൾ ഈ ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പൊതു സൗകര്യങ്ങൾ ആവശ്യമില്ല എന്നൊരു നിലപാട് എടുത്തിട്ടുള്ളതായിട്ട് തോന്നുന്നു നിങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന്.
അവിടെ മാർക്കറ്റും നിരപ്പ് റോഡുകളിൽ നിന്നുമൊക്കെയുള്ള മാലിന്യങ്ങൾ